നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും താരിഫുകളും പുതിയ നയങ്ങളും ഒക്കെയാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ട്രംപ് അധികാരത്തിൽ വന്നതു മുതൽ ലോകരാജ്യങ്ങളിലെല്ലാം വരാൻ പോകുന്ന മാറ്റങ്ങളിൽ കണ്ണു നട്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു. എന്നാൽ അധികം വൈകാതെ തന്നെ മുൻപ് പലരും എടുക്കാൻ മടിച്ച നടപടികൾ ട്രംപ് നടപ്പിലാക്കാൻ തുടങ്ങി. എന്നാൽ ഇപ്പോൾ ചിലതൊക്കെ ട്രംപിന് തന്നെ തിരിച്ചടിയായോ എന്ന് ഒരു സംശയം. കാരണം മറ്റൊന്നുമല്ല, പക്ഷിപ്പനി മൂലമുണ്ടായ ക്ഷാമം കാരണം യുഎസിൽ മുട്ടയുടെ വിലയിൽ വർധനവ്. മാത്രമല്ല, മുട്ടയിൽ കടുത്ത ക്ഷാമമാണ് അമേരിക്ക നേരിടുന്നതെന്നാണ് വിവരം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങിവെച്ച വ്യാപാര യുദ്ധം കാരണം വിദേശത്തു നിന്ന് മുട്ട ലഭിക്കാത്ത സാഹചര്യമാണ്. ഡെന്നീസ്, വാഫിൾ ഹൗസ് തുടങ്ങിയ റെസ്റ്റോറന്റുകളിൽ മുട്ടയുടെ ക്ഷാമം കാരണം അധിക നിരക്കുകൾ ഈടാക്കാറുണ്ട്. ദശലക്ഷക്കണക്കിന് മുട്ടയിടുന്ന കോഴികളെയാണ് അമേരിക്കയിൽ പക്ഷിപ്പനി കാരണം കൊന്നൊടുക്കിയത്. വില റെക്കോർഡ് ഉയരത്തിലാകുന്നതിലേക്കും നയിച്ചു. പ്രതിസന്ധി വളരെ രൂക്ഷമാകുന്നതിനാൽ ചില പലചരക്ക് കടകൾ മുട്ടകൾ വാങ്ങുന്നതിന് പരിധികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ റെസ്റ്റോറന്റുകളുടെ ശൃംഖലകൾ മെനു ഇനങ്ങളിൽ മുട്ടയ്ക്ക് സർചാർജ് ചേർക്കേണ്ടി വന്നുവെന്ന് NPR റിപ്പോർട്ട് ചെയ്യുന്നു. മുട്ടക്ഷാമം രൂക്ഷമായതോടെ അമേരിക്ക ലിത്വാനിയയെ സമീപിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഫിൻലാൻഡ്, ഡെൻമാർക്ക്, സ്വീഡൻ, നെതർലാൻഡ്സ് രാജ്യങ്ങളെ മുട്ടയ്ക്കായി അമേരിക്ക സമീപിച്ചിരുന്നെങ്കിലും ട്രംപിന്റെ വിദേശ നയത്തിൽ പ്രതിഷേധിച്ച് മുട്ട കയറ്റുമതി ചെയ്യാൻ വിസമ്മതം അറിയിച്ചു. അതേസമയം അതൃപ്തിക്കപ്പുറത്ത് കാനഡയിൽ താങ്ങാനാകുന്ന വിലയിൽ ധാരാളം മുട്ടകളുണ്ടെന്നാണ് വിവരം. കാനഡയിൽ മുട്ട ബിസിനസിനെ പക്ഷിപ്പനി ബാധിച്ചിട്ടില്ല. തങ്ങൾക്ക് മുട്ടയുടെ ഒരു കുറവും ഉണ്ടായിട്ടില്ല. 14 വ്യത്യസ്ത തരം മുട്ടകളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് തെരഞ്ഞെടുക്കാം. ഒറ്റാറിയോയിലെ ഗുവൽഫ് സർവകലാശാലയിലെ ഭക്ഷ്യ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മൈക്ക് വോൾ വസഫ് പറയുന്നു ഇങ്ങനെ: കനേഡിയൻ കോഴികൾക്കും പക്ഷിപ്പനി പിടിപെടാൻ സാധ്യതയുണ്ടെങ്കിലും അമേരിക്കയിലേതുപോലെ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടില്ല. കാനഡയുടെ മുട്ട വിതരണം തടസ്സപ്പെടാത്തതിന് നിരവധി കാരണങ്ങൾ ഉണ്ടെന്നാണ് വോൾമാസോ പറയുന്നത്. ഇവിടെ ഫാമുകൾ കർശനമായി അടച്ചിരിക്കുകയാണ്. കാനഡയിലെ തണുത്ത കാലാവസ്ഥ പനി പടർത്തുന്ന കാട്ടുപക്ഷികളെ കളപ്പുരകളിൽ നിന്ന് അകറ്റി നിർത്തുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. യുഎസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കാനഡയിൽ മുട്ട ഫാമുകൾ വിൽപ്പനയിൽ ചെറുതാണ്. അതിനാൽ ഒരു ഫാമിനെ ഒരു പകർച്ചവ്യാധി ബാധിച്ചാലും അത് അധികം വ്യാപിക്കില്ല. കാനഡയിലെ ശരാശരി മുട്ട ഫാമിൽ ഏകദേശം 2500 പരം മുട്ടക്കോഴികൾ ഉണ്ടെന്നാണ് മാസോ പറയുന്നത്. അതേസമയം യുഎസിൽ ശരാശരി മുട്ട ഫാമിൽ 1 ദശലക്ഷത്തിലധികം കോഴികളുണ്ട്. ഈ വർഷത്തിലെ ആദ്യ 2 മാസങ്ങളിൽ മാത്രം 40-ലധികം വാണിജ്യ മുട്ട ഫാമുകളെയാണ് പക്ഷിപ്പനി ബാധിച്ചത്. മൊത്തം 28 ദശലക്ഷം കോഴികളെ കൊന്നൊടുക്കി. ഇത് യുഎസിലെ മുട്ട ഉൽപാദനത്തെ ഏകദേശം 9% കുറച്ചു. പുതുതായി വിരിഞ്ഞ കോഴികൾ ഉൽപാദനക്ഷമയെ മുട്ടയിടുന്ന കോഴികളായി വളരാൻ കുറഞ്ഞത് 6 മാസം എടുക്കും. അതിനാൽ യുഎസ് മുട്ട വിതരണം കുറച്ചധികം കാലം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.